ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ് ടൈം. നാളെ പെരുന്നാളല്ലേ, നമുക്കൊരു അടിപൊളി മാഞ്ഞാലി ബിരിയാണി ഉണ്ടാക്കിയാലോ? ആദ്യമേ തന്നെ 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ഒരു കടായി എടുക്കുക, അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ചിക്കൻ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. ചെറിയ രീതിയിലൊന്ന് വറുത്താൽ മതി. ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് ഒരു 5 മിനിറ്റ്. ഇനി നമുക്കതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അടച്ച് വെച്ച് ഒരു 8 മിനിറ്റ് വേവിച്ചാൽ മതി. അത്രയും വെന്താൽ മതി. ഇനി നമുക്ക് ചിക്കൻ്റെ ആ സ്റ്റോക്കെല്ലാം മാറ്റി വെച്ചതിന് ശേഷം ആ പാത്രത്തിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വീണ്ടും നമുക്ക് ഈ ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. ഈ മാഞ്ഞാലി ബിരിയാണിക്ക് ഇങ്ങനെയാണ് വറുക്കുന്നത് കേട്ടോ. ആദ്യമേ ഒന്ന് വറുത്തതിന് ശേഷം പിന്നെ നമ്മളൊന്ന് വേവിച്ചിട്ട് വീണ്ടും നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നു. ഇനി നമുക്ക് ഫ്രൈ ചെയ്തതെല്ലാം കോരി മാറ്റാം. ആ എണ്ണയിൽ തന്നെ നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 2 തണ്ട് കറിവേപ്പിലയിട്ട് നന്നായിട്ട് വഴറ്റുക. അപ്പോൾ നല്ലൊരു മണമൊക്കെ ആയിരിക്കും. ഇതിലേക്ക് ഞാനൊരു 4 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ആ സവാള ഒന്ന് വഴന്ന് വരാൻ നമുക്കതിലേക്ക് കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കുക. സവാള ഇതേപോലെ സോഫ്റ്റ് ആകുമ്പോൾ നമുക്കതിലേക്ക് ഒരു പച്ചമുളക് കൂടെ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞ് ചേർത്ത് നന്നായിട്ട് ഇളക്കി 2 പഴുത്ത തക്കാളിപ്പഴം വലുതാണ് അതുകൂടി ഇട്ട് നന്നായിട്ട് ഇളക്കുക. നമുക്കിതൊന്ന് ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരാൻ ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തക്കാളി നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ തവി ഉപയോഗിച്ച് ഒന്ന് ഉടച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. നമ്മൾ ചിക്കനിൽ ഓൾറെഡി മുളകൊക്കെ ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ 1/2 ടീസ്പൂൺ ചേർത്തത് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇളക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി, ഉലുവയുടെ ഡ്രൈ ഇലയുണ്ടല്ലോ, അതുകൂടെ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈരൂടെ ചേർക്കുക. തൈരൂടെ ചേർക്കുമ്പോൾ നമ്മുടെ ഈ ഗ്രേവിക്ക് നല്ല സ്വാദായിരിക്കും. ഇത് നന്നായിട്ട് ഇളക്കുക. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടില്ലേ ചിക്കൻ്റെ സ്റ്റോക്ക്, അത് ഒരു കയ്യിൽ മാറ്റി വയ്ക്കുക. നമുക്ക് റൈസിന് വേണ്ടിയിട്ടാണ്. ബാക്കിയെല്ലാം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഉപ്പ് കുറച്ച് കുറവായിരുന്നു, ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് അടച്ച് വെച്ച് ഇതിൻ്റെ ചാറൊന്ന് കുറുകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു 5 മിനിറ്റ് മതി. ആ സമയം കൊണ്ട് നമുക്ക് ചാറൊന്ന് കുറുകി വരും. ഇപ്പോഴും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് മല്ലിയിലയും ഇട്ട് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം ഗ്യാസ്. അപ്പോൾ നമ്മളുടെ കറി അവിടെ സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റിൽ ഞാൻ കുറച്ച് ഉള്ളി വറുത്തതും കൂടെ അതിലേക്ക് ചേർക്കുന്നുണ്ട്. അങ്ങനെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി റൈസ് റെഡിയാക്കാം. ഒരു വലിയ പാത്രം എടുക്കുക. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞതാണ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പെട്ടെന്ന് ഫ്രൈ ചെയ്ത് തരാൻ കുറച്ച് ഒരു 2 നുള്ളി ഉപ്പോടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ല ബ്രൗൺ നിറം ആവുന്നത് വരെ വറുത്തെടുക്കുക. ഇപ്പോൾ നല്ല നിറം വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റാം. ഇനി ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഒരു പൈനാപ്പിളിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി നമുക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതിയും ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ക്യാരറ്റും പൈനാപ്പിളിൻ്റെയും കുറച്ച് ഭാഗം നമുക്ക് എടുത്ത് വെക്കണം ലാസ്റ്റിലത്തേക്ക്. പിന്നെ അതിലേക്ക് ഒരു 2 ബേ ലീഫ്, 4 ഏലക്ക, ഒരു 6 ഗ്രാമ്പു, 2 പട്ട, ഒരു തക്കോലം, പിന്നെ നമുക്ക് പെരുംജീരകം കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കണം. അതുപോലെ ഒരു 10-12 കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കുക. പെരുംജീരകം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ 2 കപ്പ് കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. അത് 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ 2 കപ്പ് റൈസിന് 3 കപ്പ് വെള്ളമാണ്. അതായത് 1 കപ്പിന് 1.5 കപ്പ് വെള്ളം അനുസരിച്ചിട്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പിട്ട് അടച്ചു വെച്ച് വേവിക്കുക. വെള്ളം നല്ല വെട്ടി തിളയ്ക്കുമ്പോൾ നമ്മൾ 2 മണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്ന കൈമ റൈസ് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. പെട്ടെന്ന് തന്നെ ഈ റൈസ് വേവും കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം. ഇപ്പോൾ ഇതിൻ്റെ ഒരു 1/4 ഭാഗം ഒന്ന് റെഡി ആയിട്ടുണ്ട് കണ്ടോ. നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. ഇതുപോലെ വീണ്ടും ഒന്ന് അടച്ച് വയ്ക്കുക. ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൽ ദം ചെയ്യണം. നമ്മൾ നേരത്തെ ചിക്കൻ്റെ സ്റ്റോക്ക് ഒരു കയ്യിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മാറ്റി വെച്ചിരുന്ന പൈനാപ്പിളും ക്യാരറ്റും മുകളിലേക്ക് ഇങ്ങനെ വിതറുക. വറുത്ത് വെച്ചിരിക്കുന്ന സവോള നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക്
അതിലേക്ക് മല്ലിയില അരിഞ്ഞു വെച്ചതും കൂടെ ചേർത്ത് വയ്ക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഗ്യാസ് ഓഫ് ചെയ്യുക. അതിന് ശേഷം ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. കണ്ടോ, ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ആവി വന്നുകൊണ്ട് ആവി നമ്മൾ പെട്ടെന്ന് തന്നെ അടപ്പ് മാറ്റിയെടുക്കണം, അല്ലെങ്കിൽ ആവിയിലെ വെള്ളം അതിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. ലാസ്റ്റിൽ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മളുടെ സെറ്റായിട്ടുണ്ട്. മാഞ്ഞാലി ബിരിയാണി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. റൈസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാം. ആദ്യമേ ഒരു ബൗളെടുക്കുക. അതിലേക്ക് കുറച്ച് സവാള വറുത്തതും പൈനാപ്പിളും കൂടെ ചേർത്ത് നമുക്കിതേപോലെ നമ്മൾ കടകളിലൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. നമുക്കതിലേക്ക് റൈസ് ഇങ്ങനെ എടുത്ത് ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. ചിലപ്പോൾ നമുക്ക് ചില റെസ്റ്റോറൻറ്റിൽ ഇതിൻ്റെ അകത്ത് ചിക്കനും കൂടെ വെച്ചിട്ടായിരിക്കും. സാധാരണ പൊതുവെ എല്ലായിടത്തും ഇങ്ങനെ ആയിരിക്കും കേട്ടോ. എന്നിട്ടൊന്ന് നമ്മളൊരു പ്ലേറ്റ് എടുത്ത് ഡിമോൾഡ് ചെയ്യുക. അപ്പോൾ നല്ല സെറ്റായിട്ടായിരിക്കും. നമ്മളുടെ അടിപൊളി കറിയും കൂടെ അതിൻ്റെ സൈഡിലോട്ടൊന്ന് വെക്കുക. നമുക്ക് അതിൻ്റെ കൂടെ റൈത്ത ഉണ്ടെങ്കിൽ അതോടെ അടിപൊളി കോമ്പിനേഷനായിരിക്കും. എല്ലാ കൂട്ടുകാരും പെരുന്നാളിലൊന്ന് പരീക്ഷിച്ച് നോക്കാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.